അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമായിട്ടാ ഈ പ്രവിശാലമായ പ്രപഞ്ചത്തെ അള്ളാഹു പടയ്ക്കാൻ കാരണം. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ. നബി അങ്ങേ പടച്ചില്ലായിരുന്നെങ്കിൽ നബിയേ ഈ ലോകത്തെ പടയ്ക്കുമായിരുന്നില്ല. അങ്ങ് കാരണമായിട്ടാണ് ഈ പ്രതിശാലമായ പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണം. അങ്ങ് കാരണമായിട്ടാണ് ഈ ലോകത്തെ പടച്ചതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച മാസമാ കടന്നു വന്നിരിക്കുന്നത്. ആ പ്രവാചകനെ സ്നേഹിക്കാൻ, ആ പ്രവാചകനെ നെഞ്ചിലേറ്റാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നേവരെ കഴിഞ്ഞിട്ടുണ്ടോ? എന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ഹബീബായ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബികളെ സ്നേഹിക്കാനുള്ള സുവർണമായ അവസരമാണ് നമ്മളിലേക്ക് സംജാതമായി വന്നിരിക്കുന്നത്. നൽകട്ടെ. പ്രിയമുള്ളവരെ, എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, നാളെ ആ പരലോകമുണ്ടല്ലോ, മഹ്ശറിൽ ഓരോ മനുഷ്യനും നിൽക്കുകയാ. ഒരു ചാൻമുകളിൽ സൂര്യൻ നിൽക്കുമ്പോ, നിൽക്കുന്ന സമയത്ത് ഓരോ മനുഷ്യനും അവൻ ചെയ്തു പോയ സർവമായ തെറ്റുകൾ കാരണത്താൽ, അവൻ ചെയ്തു പോയ തിന്മകൾ കാരണത്താൽ, അവൻ ചെയ്തു പോയ ഹറാമുകൾ കാരണത്താൽ, അവൻ ചെയ്ത സർവമാന പാപങ്ങളുടെയും മണവോളം അവൻ വിയർപ്പിൽ മുങ്ങുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് ഒരു മനുഷ്യന്റെയും കാലുകൾ ചലിപ്പിക്കാൻ പറ്റാത്ത ആ സമയമുണ്ടല്ലോ. ആ സമയത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. സബഅത്തുൻ യുളില്ലുഹുല്ലാഹു ഫീ ദില്ലിഹി ഇല്ലാ ളില്ലുഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്, നാളെ ആഖിറത്തിൽ ഓരോ മനുഷ്യനും നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ ഒരു തണല് പോലും ഇല്ലാത്ത ആ സമയം അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ കുറിച്ച് ആദരവായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? നീതിമാനായ ഭരണാധികാരിയാണ്. പ്രിയപ്പെട്ടവരെ, നീതിമാനായ ഭരണാധികാരിയെ കുറിച്ച് പറയുമ്പോ ഓരോ മുസൽമാന്റെയും ഹൃദയാന്തരാളങ്ങളിലേക്ക്, ഓരോ മനുഷ്യന്റെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നതാരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തിയതെങ്കിലാ എന്റെ പ്രിയപ്പെട്ടവരെ? ഭരണം നടത്തിയതെങ്ങനെ? അതുപോലെ ഭരണം നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അർശിന്റെ തണൽ ഉറപ്പാണെന്ന് ഹബീബായ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ